കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 9ൻ്റെ ഗുണനപ്പട്ടികയാണ്. 9ൻ്റെ ഗുണനപ്പട്ടിക സാധാരണ നിങ്ങൾ മനപ്പാടാക്കുകയല്ലേ ചെയ്യാം. ഇത് മനപ്പാടാക്കുകയൊന്നും ചെയ്യാതെ ബൈഹാർട്ടൊന്നും ചെയ്യാതെ വളരെ ഈസി ആയിട്ട് സെക്കൻഡുകൾ കൊണ്ട് എങ്ങനെ 9ൻ്റെ ഗുണനപ്പട്ടിക പഠിക്കാം എന്നതിൻ്റെ ഒരു വളരെ എളുപ്പമുള്ളൊരു വിദ്യയാണ് ഞാനിന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത്. ഇന്ന് കണക്കിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും ഈസി ആയിട്ടുള്ള, ആരും അധികം ഡിസ്കസ് ചെയ്യാത്ത വലിയൊരു സീക്രട്ടാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പറഞ്ഞു തരുന്നത്. അതിനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ, ആദ്യം ഞാനൊരു ഉദാഹരണം കാണിച്ചു തരാം. നമ്മൾ 9നെ 9 കൊണ്ട് ഗുണിക്കാൻ പോവുകയാണ്. ഓക്കെ, 9നെ 9 കൊണ്ട് എങ്ങനെ ഗുണിക്കാം? അതിനു വേണ്ടി ഫസ്റ്റ് 9ൽ നിന്ന് 1 കുറക്കുക. അപ്പം എത്ര കിട്ടും? 8 കിട്ടും. 9ൽ നിന്ന് 8 കുറച്ചാൽ എത്ര ബാക്കിയുണ്ട്? അത് വലത് സൈഡിൽ എഴുതുക, 1. അപ്പം 9 × 9 81. വളരെ ഈസി അല്ലേ? 9ൽ നിന്ന് 1 കുറച്ചാൽ 8, 9ൽ നിന്ന് 8 കുറച്ചാൽ 1, 81. മറ്റുദാഹരണങ്ങൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് 9നെ 8 കൊണ്ട് ഗുണിക്കാം. അതിനുവേണ്ടി 8ൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണോ കിട്ടുന്നത് അത് എഴുതുക, 7. പിന്നെ 9ൽ നിന്ന് 7 കുറക്കുമ്പോൾ 2. അതായത് 9 × 8 72. വളരെ ഈസി അല്ലേ? അടുത്തത് നമുക്ക് 9 × 7 നോക്കാം. 7ൽ നിന്ന് 1 കുറച്ചാൽ 6, 9ൽ നിന്ന് 6 കുറച്ചാൽ 3, 63. പിന്നെ 6ൽ നിന്ന് 1 കുറച്ചാൽ 5, 9ൽ നിന്ന് 5 കുറച്ചാൽ 4, 54. അടുത്തത് 9 × 5. 5ൽ നിന്ന് 1 കുറച്ചാൽ 4, 9ൽ നിന്ന് 4 കുറച്ചാൽ 5, 9 × 5 45. പിന്നെ 4ൽ നിന്ന് 1 കുറച്ചാൽ 3, 9ൽ നിന്ന് 3 കുറച്ചാൽ 6, 9 × 4 36. പിന്നെ 3ൽ നിന്ന് 1 കുറച്ചാൽ 2, 7ൽ നിന്ന് 9ൽ നിന്ന് 2 കുറച്ചാൽ 7, 27. പിന്നെ 9 × 2, 2ൽ നിന്ന് 1 കുറച്ചാൽ 1, 9ൽ നിന്ന് 1 കുറച്ചാൽ 8. അടുത്തത് 9 × 1, 1ൽ നിന്ന് 1 കുറച്ചാൽ 0, 9ൽ നിന്ന് 0 കുറച്ചാൽ 9, അതായത് 9 × 1 9. എന്ത് ഈസിയാണല്ലേ? വളരെ എളുപ്പത്തിൽ 9ൻ്റെ ഗുണനപ്പട്ടിക മനപ്പാടമാക്കാതെ ഏതുറക്കത്തിനും വിളിച്ച് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ഇപ്പോൾ പഠിച്ചിരിക്കുകയാണ്.